സിന്ദൂരരേഖ ഭാഗം 32. എടാ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ് മനു ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഉണ്ണിയോട് പറഞ്ഞത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണി കുറച്ചു സമയം മൗനമായിട്ടിരിക്കുകയാണ് ചെയ്തത്. അവൻ്റെ ആ മൗനം കേട്ടപ്പോൾ തന്നെ അത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ് എന്ന് മനുവിന് മനസ്സിലായിരുന്നു. ഇത്രയ്ക്കും കെയർലെസ് ആവരുതേട്ടാ. എടാ, ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വമല്ല. ഞാൻ ജോലിയുടെ തിരക്കിനിടയിൽ ശരിക്കു പറഞ്ഞാൽ അവളുടെ കാര്യം മറന്നുപോയി. ഇത്രയും നാൾ ഞാനിങ്ങനെ ദൂരത്തേക്ക് വരുമ്പോൾ ആരും കൂടെ ഉണ്ടാകാറില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും ആ ഒരു ചിന്ത എനിക്ക് വന്നില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്തയിൽ തന്നെയായിരുന്നു ഞാൻ ഇപ്പോഴും. ശരി, സമ്മതിച്ചു. അങ്ങനെ ഏട്ടൻ പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് അന്നേരം എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഏട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? ഉണ്ണി തിരികെ ചോദിച്ചതും മനു ഉത്തരമില്ലാത്തതുപോലെ ആയിപ്പോയി. ശരിയാണ്, അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് താൻ ഇതുവരെ ചിന്തിച്ചില്ല. ഒരുപക്ഷെ അങ്ങനെയൊരു അപകടത്തിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അവൻ്റെ ഹൃദയം അവനോട് തന്നെ ചോദിച്ചു പോയി. എന്താ, ഈയൊരു ചോദ്യത്തിന് ഉത്തരമില്ലേ ഏട്ടന്? ഉണ്ണി വീണ്ടും ചോദിച്ചപ്പോഴും മനു ആകെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അവൻ ചോദിച്ചതുപോലെ ആ ചോദ്യത്തിന് അവൻ്റെ കയ്യിൽ ഉത്തരവില്ലായിരുന്നു. ഏട്ടൻ ഇത് എന്തൊക്കെയാ ചെയ്യുന്നത്? ഏട്ടൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊന്ന് ഏട്ടൻ തന്നെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. അങ്ങനെ പറഞ്ഞ് മനു അവനോട് എന്തെങ്കിലും തിരികെ പറയുന്നതിന് മുന്നേ തന്നെ ഉണ്ണി ഫോൺ കട്ടാക്കി. മനു അവിടെ തന്നെ നിന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഫോണിലേക്ക് മറ്റൊരു കോള്. അമ്മയാണ്. ഉണ്ണി അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വിളിയാണെന്ന് മനു ഊഹിച്ചു. മോളെവിടെ? ഫോൺ എടുത്തപ്പോൾ തന്നെ അമ്മ അങ്ങനെയാണ് ചോദിച്ചത്. അമ്മയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ അമ്മ നല്ല ഗൗരവത്തിലാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്തു. അവളിവിടെ ഇരിക്കുന്നുണ്ട്. ഫോൺ കൊടുക്ക്. മനു ഒന്നും മിണ്ടിയില്ല. ഫോൺ കൊണ്ടുപോയി അവൾക്ക് കൊടുത്തു. അമ്മ അവളോട് എന്തൊക്കെയോ പറയുന്നതും അവൾ അതിനനുസരിച്ച് എന്തൊക്കെയോ തിരിച്ചു പറയുന്നതും അവൻ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഫോൺ അവന് തന്നെ തിരികെ കൊടുത്തു. ഹലോ. മനു ഫോൺ ചെവിയിലേക്ക് വെച്ച് നോക്കിയപ്പോൾ കോള് കട്ടായിട്ടുണ്ട്. മനു അവളുടെ നേരെ നോക്കി. അമ്മ എന്താ പറഞ്ഞത്? എന്നോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. നാളെ ഫ്ലൈറ്റ് ഉണ്ട്. നാളെ അതിൽ ഞാൻ പോകും. പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞതും ഞെട്ടലോടെയാണ് അവൻ അവളെ നോക്കിയത്. പക്ഷേ അവളോട് പോകാൻ പറയാനോ പോകല്ലേന്ന് പറയാനോ അവന് തോന്നിയില്ല. മൗനമായിട്ട് അവൾ പറയുന്നത് കേട്ടു നിന്നു. നാളത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണോ? വേണം. അമ്മാള് പറഞ്ഞതും പിന്നെ അധികം സംസാരത്തിന് നിൽക്കാതെ അവൻ മുറിയിലേക്ക് നടന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെയുള്ള ഫ്ലൈറ്റിൽ അമ്മാളു നാട്ടിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. ടിക്കറ്റ് അവൻ ബുക്ക് ചെയ്തിരുന്നു. എയർപോർട്ടിലേക്ക് അവളെ ആക്കി കൊടുക്കുമ്പോൾ പോലും അവൻ അവളോടൊന്നും മിണ്ടിയില്ല. ഇന്നലെ അങ്ങനെ വിളിച്ചു വെച്ചതിന് ശേഷം അമ്മയും ഉണ്ണിയും അവനെ വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ അവർ രണ്ടുപേരും എടുക്കുന്നതുമില്ല. ബൈ. അത് പറഞ്ഞ് അവനെ നോക്കി ഒന്ന് നേർമയായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറി. മനസ്സാകെ വല്ലാത്തൊരു ഭാരം വന്ന് നിറയുന്നത് അവൻ അറിഞ്ഞിരുന്നു. ആകെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലൊരവസ്ഥ. ഹൃദയം താളം തെറ്റി മിടിക്കുന്നത് പോലെ. അവൾ കാരണം തൻ്റെ ജീവിതം ആകെ അസ്വസ്ഥമാകുന്നു എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. അവൾ കാരണമാണ് ഇപ്പോൾ അമ്മയും ഉണ്ണിയും തന്നോട് മിണ്ടാതിരിക്കുന്നത് എന്നുള്ള ചിന്തകളൊക്കെ അവൻ്റെ മനസ്സിൽ കുമിഞ്ഞുകൂടി. ആവശ്യമില്ലാതെ അവൻ വെറുതെ ചിന്തിച്ച് കാട് കയറി. അങ്ങനെ ചിന്തിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടോ അമ്മാളുവിനോട് ദേഷ്യമാണ് തോന്നിയത്. അവൻ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു. അന്നും എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അവൻ പോയില്ല. നേരെ ഫ്ലാറ്റിലേക്കാണ് പോയത്. ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവളുടെ പെർഫ്യൂം സ്മെല്ലാണ് അവനെ വരവേറ്റത്. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറി. താഴെ വെറും തറയിലങ്ങനെ വെറുതെ കിടന്നു. മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ കടന്നു വന്നു. ആ അവൻ തലമുടിയിൽ പിടിച്ച് വലിച്ച് സ്വയം വേദനിപ്പിച്ചു. തല വേദനയെടുക്കുന്നു. ഇപ്പോൾ പൊട്ടിച്ചിതറു എന്ന പോലെ. സഹിക്കാൻ പറ്റാത്തതുപോലെ തോന്നിയതും അവൻ വേഗം ബാഗിൽ നിന്നൊരു ചെറിയ സ്ട്രിപ്പ് ടാബ്ലറ്റ് എടുത്തു. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചുകൊണ്ട് അവൻ വീണ്ടും തറയിലേക്ക് തന്നെ കിടന്നു. മരുന്നിൻ്റെ സെഡേഷൻ കാരണം അവൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. പതിയെ പതിയെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഫ്ലൈറ്റിലുണ്ടായിരുന്ന 1.5 മണിക്കൂർ യാത്രയിൽ അമ്മാളുവിൻ്റെ മനസ്സും മറിച്ചായിരുന്നില്ല. ഇന്നലെ അമ്മ വിളിച്ചപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് അമ്മ തിരികെ വരാൻ തീരുമാനം പോലെയാണ് പറഞ്ഞത്. നാളെയുള്ള ഫ്ലൈറ്റിൽ തന്നെ നാട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടിയിരുന്നു. എങ്കിലും അമ്മയുടെ ശബ്ദം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ആയിരുന്നു. അതുകൊണ്ട് അതിൽ കൂടുതലായി എന്തെങ്കിലും പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. മാത്രമല്ല, താൻ അവിടെ നിൽക്കുന്നത് ശരിക്കു പറഞ്ഞാൽ മനുവേട്ടനൊരു ശല്യമാണെന്ന് ഈ 2 ദിവസം കൊണ്ട് തന്നെ മനസ്സിലായതാണ്. ആൾക്ക് നമ്മുടെ കാര്യം ശ്രദ്ധിക്കാനുള്ള സമയമൊന്നുമില്ല. ആള് എപ്പോഴും ആളുടെ ലോകത്താണ്. എപ്പോഴും ആളുടേതായിട്ടുള്ള ഒരുപാട് തിരക്കുകൾ, ജോലികൾ. അതിനിടയ്ക്ക് താനൊരു ശല്യമാവണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അമ്മ പറഞ്ഞതുപോലെ നാട്ടിലേക്ക് തിരികെ വരുന്നത് തന്നെയാണ് ശരിയെന്ന് തനിക്കും തോന്നി.
അങ്ങനെ കൂടി ചിന്തിച്ചത് കൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എതിർക്കാതിരുന്നത്. മാത്രമല്ല, എന്തെങ്കിലും കാര്യമില്ലാതെ അമ്മ അങ്ങനെ ഇപ്പോൾ തന്നോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു വിളിക്കില്ലല്ലോ. അങ്ങനെയൊക്കെ സ്വയം ഓരോന്ന് ചിന്തിച്ചുവെങ്കിലും താൻ തിരികെ പോരുകയാണെന്ന് പറഞ്ഞിട്ടും അവൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഇല്ലാതിരുന്നത് അവളെ നല്ല രീതിയിൽ തന്നെ വിഷമിപ്പിച്ചു. വെറുതെ ആണെങ്കിൽ പോലും അമ്മ അങ്ങനെ നാട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ പോവണ്ട എന്ന് പറയുമെന്ന് മനസ്സ് കരുതി. പക്ഷേ അതുണ്ടായില്ല. ഉണ്ടാവില്ലെന്നറിയായിരുന്നു. എങ്കിലും മനസ്സൽപ്പം സ്വാർത്ഥത കാണിച്ച് അത് പ്രതീക്ഷിച്ചു. അതിൻ്റെ ഒരു വിഷമവും വേദനയും അവൾക്കുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഓർത്തപ്പോൾ തന്നെ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു അവൾ. ചെറുതെങ്കിലും ഒരുപാട് ദൈർഘ്യം തോന്നിച്ച 1.5 മണിക്കൂർ യാത്ര. സാധാരണ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നതാണ്. പക്ഷേ ഈ തവണ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയായിരുന്നില്ല എന്ന് പറയാം. എയർപോർട്ടിൽ കൊണ്ടുപോകാൻ അമ്മ വരാമെന്നാണ് പറഞ്ഞത്. ഉണ്ണി ഹോസ്പിറ്റലിൽ പോകുമല്ലോ, അതുകൊണ്ട് അവന് വരാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയാണ് വന്നത്. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ അവളെ കാത്തു നിൽക്കുന്നത് അവൾ കണ്ടിരുന്നു. ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ തന്നെയാണ് അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു വന്നത്. യാത്രയൊക്കെ സുഖമായിരുന്നോ? അവളെ ഒന്ന് പുണർന്നുകൊണ്ട് അമ്മ ചോദിച്ചതും അവൾ അതേന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ സംസാരത്തിനൊന്നും നിന്നില്ല. അമ്മയുടെ മുഖം തികഞ്ഞ ഗൗരവത്തിലായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്കും അമ്മയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ തോന്നിയില്ല. കാറിൽ യാത്ര ചെയ്യുമ്പോഴും അമ്മയുടെ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു. യാത്രയിലും അമ്മ അവളോടൊന്നും ചോദിച്ചില്ല, അവൾ അമ്മയോടും ഒന്നും ചോദിച്ചതുമില്ല. വീട്ടിലെത്തി അകത്തേക്ക് കയറി. പോയി ഫ്രഷായിട്ട് വാ. അമ്മ പറഞ്ഞതും ഒന്ന് തലയാട്ടിക്കൊണ്ട് അമ്മാളു ബാഗൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറി. മുറിയിൽ കയറിയപ്പോൾ തന്നെ ഇത്രനാളും താൻ മിസ് ചെയ്ത രീതിയിലുള്ളൊരു ഗന്ധം അവളെ വന്ന് പൊതിഞ്ഞു. എന്തുകൊണ്ടോ അതിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവളുടെ നോട്ടം പോയത് അവൻ്റെ സിസ്റ്റമൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. അതാണല്ലോ അവൻ്റെ ലോകം. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. വേഗം പോയൊന്ന് ഫ്രഷായി ഇറങ്ങി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള സമയം കഴിഞ്ഞതുകൊണ്ട് വയറ് നല്ല രീതിയിൽ വിശന്നിരുന്നു. താഴേക്ക് പോയപ്പോൾ അമ്മ കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. കഴിക്കാൻ എന്തോ അമ്മേ? ചോറും മീൻകറിയും ക്യാബേജും മെഴുക്കുപുരട്ടിയൊക്കെ ഉണ്ട്. അത് പറഞ്ഞതും അവൾ വേഗം തന്നെ ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവളുടെ കൂടെ ഇരുന്ന് തന്നെയാണ് അമ്മയും ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്ന് കരുതി മുകളിലെ മുറിയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു അമ്മാളു. അമ്മാളു! അമ്മ വിളിച്ചതും മുകളിലേക്ക് കയറാനൊരുങ്ങിയ അമ്മാളു അവിടെ തന്നെ നിന്നു. അങ്ങനെയൊരു വിളി പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. എങ്കിലും അതിപ്പോൾ തന്നെ ഉണ്ടാകുമെന്ന് കരുതിയതല്ല. ഇവിടെ ഇരിക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണെന്ന രീതിയിൽ അവൾ തിരിഞ്ഞമ്മയെ നോക്കിയപ്പോൾ തന്നെ അമ്മ അങ്ങനെയാണ് പറഞ്ഞത്. അത് കേട്ടതും അവൾ സോഫയിലേക്ക് തന്നെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ വെച്ച് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അത് കേട്ടപ്പോൾ തന്നെ അവൾ കണ്ണും മിഴിച്ചുകൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ഈ കാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ടെന്ന കാര്യം അവൾക്ക് മനസ്സിലായതാണ്. എങ്കിലും ചിലപ്പോൾ ഒരു പരിധിവരെ അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊരു ധൈര്യം അവൾക്കുണ്ടായിരുന്നു. കാരണം മനുവായിട്ട് അമ്മയോട് ഇക്കാര്യം പറയില്ലെന്നറിയാം. താനും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇക്കാര്യം അമ്മ അറിഞ്ഞത് എന്നൊരു സംശയവും അവളിൽ അന്നേരം ഉണ്ടായിരുന്നു. എന്ത് കാര്യമാണമ്മേ? ഒന്നും അറിയാത്ത രീതിയിൽ അമ്മാളും അമ്മയോട് ചോദിച്ചതും അമ്മ അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കി. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ വെറുതെ എന്തിനാ ഇങ്ങനെ അറിയാത്തതുപോലെ? അമ്മ ചോദിച്ചതും അമ്മാളു മുഖം താഴ്ത്തി. പറയമ്മാളു, എന്തായിരുന്നു അവിടെ പ്രശ്നം? അത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അമ്മേ. അവിടെ ചെറിയൊരു പ്രശ്നം. ചെറുതായാലും വലുതായാലും എന്താണ് പ്രശ്നമെന്നാണ് ഞാൻ ചോദിച്ചത്. അതമ്മ മനുവേട്ടൻ്റെ എക്സിബിഷൻ തുടങ്ങുന്ന ദിവസം ഉണ്ടല്ലോ. മനുവേട്ടന് അന്ന് എന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിർത്തിയിട്ടാണ് എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയത്. രാത്രി വരാൻ അല്പം ലേറ്റ് ആവുകയും ചെയ്തു. പക്ഷേ അന്ന് രാത്രി അവിടെ ഫ്ലാറ്റിൽ പവർ കട്ടായി. കള്ളന്മാർ കയറിയതാണെന്നാണ് പറഞ്ഞത്. ഞാൻ അകത്തിരിക്കുമ്പോൾ ബാൽക്കണിയിൽ കൂടെ ആരോ പോകുന്നത് പോലെ തോന്നി. പേടിച്ചിട്ട് ഞാൻ തലകറങ്ങി വീണു. ഫോൺ നമ്പർ ഇല്ലാത്തത് കൊണ്ട് എനിക്കന്നേരം മനുവേട്ടനെ വിളിക്കാനും പറ്റിയില്ല. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ നിനക്ക് പനിയാണെന്നല്ലാതെ മറ്റൊന്നും നീ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഒന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ... പതർച്ചയോടെ അമ്മാള് പറഞ്ഞതും അമ്മ അവളെ ഗൗരവത്തിലൊന്ന് നോക്കി. ആ നോട്ടത്തിൽ അവൾ തെറ്റ് ചെയ്തതുപോലെ മുഖം താഴ്ത്തി കളഞ്ഞു. ഈ കാര്യം നീയും എന്നോട് പറഞ്ഞില്ല, അവനും പറഞ്ഞില്ല. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഈ കാര്യം എന്നോട് പറയാതിരുന്നു. ഇനിയിപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിലോ? അമ്മ ചോദിച്ചതും അമ്മാളും ഒരു നിമിഷം നിശബ്ദമായി. എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. വരട്ടെ, അവൻ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരട്ടെ. അമ്മ പറഞ്ഞതും അമ്മാളു അമ്മയെ ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കി. അമ്മ പറഞ്ഞതിന് അവൾ മറുപടിയായിട്ടൊന്നും മിണ്ടിയില്ല.
ആ സംസാരം പിന്നീട് തുടർന്നു പോകാതെ ഇരുവരും അത് അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.